ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ മാപ്രാണം ഹോളി ക്രോസ് ചർച്ച് എത്തും. ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മാപ്രാണം ഹോളി ക്രോസ് ചർച്ച്. ഇവിടുത്തെ സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളാണ്. അതിന്റെ വിശേഷങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. മാപ്രാണം പള്ളിയിൽ വന്നിട്ട് ജസ്റ്റ് ആ പള്ളിയും പരിസരമൊക്കെ പെരുന്നാളിന്റെ വൈബൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമുക്കതൊന്ന് കാണാം. നോക്കിയേ നിങ്ങൾ. ഇന്നിവിടെ അമ്പിൻ്റെ ദിവസമാണ്. നാളെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകാനുള്ള പൊൻകുരിശുകളാണ് ഇരിക്കുന്നത്. എന്തോരം കുരിശിരിക്കണമെന്ന് നോക്കി. ആ പള്ളിയും ആ പള്ളിയുടെ ഉൾഭാഗവും കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ അമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ഈ ദേവാലയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പുണ്ട്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ച ആ കുരിശിന്റെ ഒരു ഭാഗം ഈ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിനെ വിശുദ്ധ കുരിശിന്റെ തീർത്ഥാടന കേന്ദ്രമായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മനസ്സിലായ? ഈ ദേവാലയത്തിന്റെ ഉൾഭാഗത്തേക്കൊക്കെ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഈ അമ്പ് പെരുന്നാളിനായിട്ട് ഡെക്കറേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു ദേവാലയമായിട്ടാണ് എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ തോന്നിയത്. പള്ളിയിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്ന് ജസ്റ്റ് ആ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എല്ലാ പള്ളിപ്പറമ്പിലും പൂരപ്പറമ്പിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്. ജസ്റ്റ് കാണാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ ഒരു ലൈക്ക് തരിക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അമ്പതേ പള്ളിയിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളാണിത്. അമ്പതേ പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കും. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ഭാഗത്തുനിന്നുള്ള അമ്പ് പള്ളി കോമ്പൗണ്ടിലെത്തി അവരെല്ലാവരും കൂടി മത്സരിച്ച് താള വിസ്മയം തീർത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് എൻജോയ് ചെയ്യുക. ഓരോ ഭാഗത്തു നിന്നുള്ള തേരും കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളി കോമ്പൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്പേസ് ഉള്ളൊരു പള്ളി കോമ്പൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. എത്ര ആൾ വന്നാലും ഉൾക്കൊള്ളാൻ പറ്റിയൊരു പള്ളി കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് അതിൻ്റെ ഇരട്ടി മധുരമായിരുന്നു. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വരാൻ പോകുന്നത് അടിപൊളി കാഴ്ചകളാണ്.
എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മാപ്രാണം അമ്പ് പെരുന്നാളിൻ്റെ രാത്രിയിലെ കാഴ്ചകൾ? അമ്പിൻ്റെ അന്നത്തെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു? പോയ എനിക്ക് അത് കണ്ടപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് പോയത്. നിങ്ങൾ പോണ വഴിക്ക് നോക്കിയാൽ നല്ല അടിപൊളി. ഞങ്ങൾ തിരിച്ചു പോവാണ്, പോകുന്ന വഴിയിലാണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ. റോഡൊക്കെ ഫുള്ള് മാല ബൾബൊക്കെ ഇട്ട് അരങ്ങൊക്കെ ഇട്ട് എന്താ രസം. നല്ല ഇലുമിനേഷൻ ചെയ്ത അടിപൊളി വീടുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ മാപ്രാണം പള്ളിയങ്ങാടിയിൽ. എന്താ രസം. അപ്പം ഇനി നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ മാപ്രാണം അമ്പ് പെരുന്നാളിൻ്റെ അമ്പിൻ്റെ അന്നത്തെ കാഴ്ചകൾ അവസാനിച്ചു. നമ്മൾ ഈ കാഴ്ചകൾ കാണാനാണ് വന്നത്. ആ കാഴ്ച നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നു. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ കാണിച്ചു തന്ന അമ്പ് പെരുന്നാളിൻ്റെ മാപ്രാണം അമ്പിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. അതുപോലെ മാപ്രാണത്തുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്യുക. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തേ. എന്ത് രസമാണെന്ന് നോക്കിയാൽ വീടൊക്കെ കാണാനായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് പെരുന്നാളിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാം കൂടിയിട്ട്. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് കമൻ്റ് ചെയ്യുക ഈ പെരുന്നാളും ഞാൻ ഈ കാണിച്ചു തന്ന കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. പരമാവധി ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ ബന്ധത്തിലോ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താളമേളങ്ങളുടെ വിസ്മയം ലൈഫിൽ ഇഷ്ടമുള്ള ആഘോഷങ്ങൾ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി. അതുപോലെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമായാലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കാരണം നമുക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഇനിയും പുതിയ പുതിയ കാഴ്ചകളിൽ കാണാനും എനിക്ക് കാണാനും അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാനുമുള്ള പ്രചോദനം. അതുകൊണ്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മടി കാണിക്കരുത്. ഇനി തിരിച്ചു പോണ വഴിക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയണേ, ഇത് അമ്പ് പെരുന്നാൾ, പിണ്ടി പെരുന്നാൾ എന്നൊക്കെ പറയും തൃശ്ശൂർ ജില്ലയിൽ. പിണ്ടി പെരുന്നാളാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടത്. വീണ്ടും നമ്മൾ തിരിച്ച് മാപ്രാണം പള്ളിയിൽ ഹോളി ക്രോസ് ചർച്ചിലേക്ക് പോകുന്ന വഴിയിലേക്ക് ആദ്യം എത്തുന്നത് ഈ ഒരു കൈപ്പോളയാണ്. മുത്തപ്പൻ്റെ കൈപ്പോള എന്നാണ് ഇതിനെ അറിയപ്പെടുന്നതെന്നാണ് എൻ്റെ അറിവ്. കണ്ട, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തിരിയാണ്. നമ്മൾ ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് ഇവിടെ നമ്മൾ നേർച്ച നേരുന്നത് തിരിയായിട്ടാണ്. എനിക്ക് മനസ്സിലായി. കണ്ടില്ലേ നിങ്ങൾ, വലിയ വലിയ തിരികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർ അവരവരുടെ ആവശ്യങ്ങളനുസരിച്ച് നേർച്ച നേർന്നാണ്. ഇവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു കൈപ്പോളയായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത്. പരമാവധി സാധിക്കുന്നവരൊക്കെ ഇവിടെ ജീവിതത്തിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വരാൻ ശ്രമിക്കുക. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ. നല്ല ശക്തി, വിളിച്ചാൽ വെളിപ്പുറത്തുള്ള മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കാഴ്ചകൾ എനിക്ക് കാണാനായിട്ട് ഭാഗ്യമുണ്ടായത് എൻ്റെ തറവാട്ടുകാരൻ കൂടിയായ മിസ്റ്റർ റോബിൻ വലിയ വീട്ടിൽ എന്നെ കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് ഈ കാഴ്ച കാണാനും നിങ്ങളെ കാണിച്ചു തരാനും സാധിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.